ശബരിമല തീർത്ഥാടന കാലത്ത് എരുമേലിയിലും പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പാർക്കിംഗ് മൈതാനങ്ങളിൽ അയ്യപ്പ ഭക്തരിൽ നിന്നും തോന്നുംപടി അമിത ഫീസ് ഈടാക്കി കൊള്ളയടിക്കുന്നവർക്ക് കടുത്ത പ്രഹരമേൽപ്പിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർണായക ഉത്തരവ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പരിധിയിലുള്ള പാർക്കിംഗ് മൈതാനങ്ങളുടെ ഫീസ് നിരക്കുകൾ കൃത്യമായി ഏകീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതോടെ വരും തീർത്ഥാടന കാലയളവിൽ വലിയ ഒരളവ് ആശ്വാസമാണ് ഭക്തർക്ക് ലഭിക്കാൻ പോകുന്നത്. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്വകാര്യ വ്യക്തികളും ഈടാക്കിയിരുന്ന ഭീമമായ പാർക്കിംഗ് നിരക്കുകളിൽ പകുതിയിലധികം കുറവുണ്ടാകും. എരുമേലി ഉൾപ്പെടെയുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ തീർത്ഥാടകരിൽ നിന്നും വൻതുക അമിത പാർക്കിംഗ് ഫീസായി പിരിക്കുന്നത് സംബന്ധിച്ച നിരവധി പരാതികളിലും അനുബന്ധ കേസുകളിലും ഹൈക്കോടതി നടത്തിയ ശക്തമായ ഇടപെടലാണ് ഈ നിർണായക മാറ്റത്തിന് വഴിവെച്ചത്. 1995 ചട്ടം 9 പ്രകാരം നിലവിലുള്ള പാർക്കിംഗ് നിരക്കുകൾ അപ്രായോഗികവും ഭക്തരെ ചൂഷണം ചെയ്യുന്നതുമാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി നിരക്കുകൾ കാലോചിതമായി പുതുക്കി നിശ്ചയിക്കാൻ സർക്കാരിന് വ്യക്തമായ നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പ് നിരക്കുകൾ ഏകീകരിച്ച് പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള പാർക്കിംഗ് മൈതാനങ്ങൾ, ആധുനിക സജ്ജീകരണങ്ങളില്ലാത്ത സാധാരണ മൈതാനങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചാണ് 24 മണിക്കൂർ വരെയുള്ള പുതിയ നിരക്കുകൾ കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ നിർത്തിയിടാനുള്ള താവളം, ശുദ്ധമായ കുടിവെള്ള സൗകര്യം, ശുചിമുറി എന്നിവ മാത്രം ലഭ്യമായിട്ടുള്ള സാധാരണ പാർക്കിംഗ് മൈതാനങ്ങളിൽ 24 മണിക്കൂർ പാർക്കിങ്ങിനായി ഈടാക്കാവുന്ന നിരക്കുകൾ സർക്കാർ വേർതിരിച്ചു നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് 10 മുതൽ 20 രൂപ വരെയും, ഓട്ടോറിക്ഷകൾക്ക് 15 മുതൽ 30 രൂപ വരെയും, കാറുകൾക്ക് 20 മുതൽ 40 രൂപ വരെയുമാണ് പുതിയ ഫീസ്. മിനി ബസ്, ടെമ്പോ ട്രക്കർ, മിനി ലോറി എന്നിവയ്ക്ക് 40 മുതൽ 80 രൂപ വരെയും, 10 ടൺ വരെയുള്ള ബസ്സിനും ലോറിക്കും 60 മുതൽ 120 രൂപ വരെയും ഈടാക്കാം. 10 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വലിയ ലോറികൾക്ക് 100 മുതൽ 200 രൂപ വരെ മാത്രമാണ് വാങ്ങാൻ സാധിക്കുക. അതേസമയം വാഹനമോഷണം തടയാൻ 24 മണിക്കൂറും CCTV നിരീക്ഷണം, റെക്കോർഡിംഗ് സംവിധാനം, ഓട്ടോമേറ്റഡ് ബൂം ബാരിയറുകൾ, ആധുനിക നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ ക്യാമറകൾ, ഡിജിറ്റൽ പാസ്കോഡുകൾ ഉപയോഗിച്ചുള്ള പ്രവേശനം, ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകൾ, പാർക്കിംഗ് ലഭ്യത വ്യക്തമാക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ, മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം, മേൽക്കൂര തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള ഹൈടെക് പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഉയർന്ന നിരക്കും ഈടാക്കാം. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് 15 മുതൽ 30 രൂപ വരെയും, ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കും 40 മുതൽ 80 രൂപ വരെയും, മിനി ബസ്, ടെമ്പോ ട്രക്കർ, മിനി ലോറി എന്നിവയ്ക്ക് 80 മുതൽ 160 രൂപ വരെയുമാണ് ഫീസ്. വലിയ ബസ്സുകൾക്കും 10 ടൺ വരെയുള്ള ലോറികൾക്ക് 120 മുതൽ 240 രൂപ വരെയും, 10 ടണ്ണിന് മുകളിലുള്ള ലോറികൾക്ക് 200 മുതൽ 300 രൂപ വരെയുമാണ് പരമാവധി വാങ്ങാൻ അനുമതി. ശബരിമല തീർത്ഥാടന സമയത്ത് കാറുകൾക്ക് 50 രൂപ വാങ്ങേണ്ട സ്ഥാനത്ത് 200 രൂപയും അതിനു മുകളിലും അനധികൃതമായി പിരിച്ചെടുക്കുന്നത് പതിവായിരുന്നു. ഇത് പലപ്പോഴും ഇതര സംസ്ഥാന ഭക്തരും ലേലക്കാരും തമ്മിൽ കടുത്ത തർക്കങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും വഴി തുറന്നിരുന്നു. ഓരോ വർഷവും ദേവസ്വം ബോർഡിന്റെ പ്രധാന മൈതാനങ്ങൾ 80 ലക്ഷത്തോളം രൂപയ്ക്കാണ് കുത്തക ലേലം പോയിരുന്നത്. ഇതിന്റെ മറവിലായിരുന്നു ഭക്തരെ ക്രൂരമായി കൊള്ളയടിച്ചിരുന്നത്. പുതിയ ഉത്തരവോടെ ഇതിന് ശാശ്വതമായ പരിഹാരമാവുകയാണ്.